കട്ട് ചെയ്ത് വെച്ച തുണിയുടെ ഓപ്പൺ ഭാഗം, ഫ്രണ്ടിൻ്റെ ഓപ്പൺ ഭാഗം നമ്മൾ മടക്കി അടിക്കണം ആദ്യമായിട്ട് ചെയ്യുന്നത് കേട്ടോ. അത് 1 ഇഞ്ച് വീതിയിലോ 1.5 ഇഞ്ച് വീതിയിലോ നമുക്ക് കൂടുതൽ കട്ട് ചെയ്ത് മടക്കി അടിക്കാം. ഞാൻ 1 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്, അത് കാരണം കൊണ്ട് വീതി കുറവാണ്. അങ്ങനെ ഓപ്പൺ ഭാഗം മടക്കി അടിക്കുക. ഉണ്ടാവും ഇങ്ങനെ മടക്കി മടക്കി അടിച്ചു കൊടുക്കാം. അതിന് ശേഷം അത് പതിച്ചടിച്ച് കൊടുക്കും. തുമ്പ് ഭാഗത്ത് പതിച്ചടിച്ച് ഒതുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് പതിച്ചടിക്കുക. ഇതുപോലെ മറ്റേ ഭാഗവും അടിച്ചെടുക്കണം. മറ്റേ ഭാഗം അങ്ങനെ പതിച്ചടിച്ച് എടുക്കുക. 2 ഭാഗവും മടക്കിയടിച്ച് അതിനെ പതിച്ചടിച്ചു. ഇനി നമുക്ക് ബാക്ക് ഭാഗത്തിൻ്റെ ക്രോസ് പീസ് വെക്കണം. ബാക്ക് ഭാഗം എടുത്ത് ക്രോസ് പീസ് 2 മടക്കി വെച്ച് അടിച്ച് കൊടുക്കുക. ഇങ്ങനെ അടിച്ച് കൊടുക്കാം. അടിച്ചു. ഇനി അതിന് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുത്ത് കുഞ്ഞു കുഞ്ഞ് കട്ടിട്ട് ഷോൾഡർ കൂട്ടിയടിക്കണം. അതിനെ നിർത്തി വെച്ച് 2 ഭാഗത്തിൻ്റെ ഷോൾഡറും ബാക്ക് ഭാഗത്തിൻ്റെ ഷോൾഡറും കൂടി കൂട്ടി വയ്ക്കുക. നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ തുമ്പ് ഇങ്ങോട്ട് മടക്കി വെച്ച് പിൻകഴുത്തിൻ്റെ തുമ്പ് ഇങ്ങോട്ട് മടക്കി വെച്ച് മേലേക്ക് മടക്കി വെച്ച് അടിച്ചെടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അങ്ങനെ മറിച്ച് 2 ഭാഗം അങ്ങനെ മറിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് കൈ പിടിപ്പിക്കാം. സ്ലീവ് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു ഭാഗമാണ് അടിച്ചു കഴിഞ്ഞത്, മറ്റേ ഭാഗം കൂടി അടിച്ചെടുക്കണം. ഇതുപോലെ 2 കൈയും നമ്മൾ അടിക്കണം. 2 സ്ലീവും ചെറിയ സ്ലീവാണ്, ഫുൾ കൈയാണ് ചിലർക്ക് ഇഷ്ടം. ഇത് ഹാഫ് കൈയാണ്, ചെറിയൊരു കൈ. അങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്തു. നമുക്കതിൻ്റെ തുമ്പൊന്ന് മടക്കിയടിക്കണം. കൈയിൻ്റെ അങ്ങനെ 2 കൈയിൻ്റെയും തുമ്പ് മടക്കി അടിക്കണം. സൈഡ് അടിക്കാം. കൈയിൻ്റെ വണ്ണം അനുസരിച്ച് 1.5 ഇഞ്ചിട്ട് നമുക്ക് സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കാം. സൈഡ് കൂട്ടാം. ഫ്രണ്ടിൽ വേണമെങ്കിൽ നമുക്കൊരു 2 ബാർ പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ, ഷേപ്പിൻ്റെ അവിടെ. അതും നമുക്ക് ചെയ്തെടുക്കാം. സൈഡ് കൂട്ടി അതിൻ്റെ അടി മടക്കി അടിക്കണം കേട്ടോ, അതേപോലെ തന്നെ. ഇതുപോലെ അടിയും മടക്കിയടിച്ച് പാർന്ന് വെച്ചാൽ പണി കഴിഞ്ഞു. നമ്മുടെ കോട്ട് റെഡിയായി കേട്ടോ.